നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ്. കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞിട്ട് കാവനാട് ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാവനാട് ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ്. ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്, ഒരു എൻഡ് ഭാഗമാണ് ശിവാലയ കമ്പനിയുടെ. ഇവിടെ മുതൽ പിന്നെ കാവനാട് മുതൽ ഈ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോന്നണം തൊട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് പിന്നെ കൊല്ലം ബൈപ്പാസൊക്കെ കഴിഞ്ഞ് കടമ്പാട്ടുകോണം വരെയാണ് ശിവാലയ കമ്പനിയുടെ കരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിവാലയ കമ്പനിയുടെ ഈ ഒരു കാവനാട് ഭാഗത്തെ അണ്ടർപാസിൻ്റെ ഈ ഒരു കാഴ്ചകളും പിന്നെ നീണ്ടകര പാലത്തിൻ്റെയും ചവറ പാലത്തിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കാവനാട് പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം കൊല്ലം അണ്ടർപാസിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് പ്ലാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ അളിയച്ചാറുടെ കൈയൊന്ന് ശരിയാവും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എടുത്തതാണ് ഈ വീഡിയോ. അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് പോകുന്ന റോഡ് ചിന്നക്കടയിലോട്ട് പോകുന്ന റോഡാണ്. നമ്മൾ നേരെ ആലപ്പുഴ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നേരെ ഇനി നീണ്ടകര ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം അപ്രോച്ച് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ടാറിംഗ് വർക്കുകളുടെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും ഇപ്പം അത്യാവശ്യം നല്ല പൊക്കത്തിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ശിവാലയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ കുറച്ചും കൂടെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടം വരെയാണ് ശിവാലയ്ക്ക് കരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശ്വസമുദ്രയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ട് പോകും. അപ്പം കാവനാട് ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചിട്ട് കുറച്ച് നാളായി. കുറേ കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിലും കുറേയൊക്കെ കൂടി പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പാരിപ്പള്ളിയിലും ചാത്തന്നൂരിലെയും കുട്ടിയത്തേക്ക് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നത് കൊല്ലം ബൈപ്പാസിൽ കൂടിയാണ് വന്നത്. കല്ലന്താഴത്ത് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, അവിടെ തന്നെ ക്ലോസ് ചെയ്യും. അപ്പം കുറേ കൂടിയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലേക്ക് കയറിയിരിക്കുകയാണ്. വിശ്വസമുദ്രയ്ക്ക് കരാറുള്ളത് നമ്മുടെ കാവനാട് ഈ ഒരു ഭാഗം തൊട്ട് പിന്നെ കായംകുളം കഴിഞ്ഞ് കൊട്ടുകുളങ്ങര വരെയാണ് വിശ്വസമുദ്രയ്ക്കുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ അങ്ങോട്ട് ആലപ്പുഴ ഭാഗത്തോട്ടും അടുത്തൊരു റീച്ചും എടുത്തിരിക്കുന്ന വിശ്വസമുദ്ര തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു കാര്യമാണ് ഈ ഒരു ടവർ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നീണ്ടകര ഭാഗത്തോട്ട് ശക്തികുളങ്ങര ഭാഗത്തോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് വലിയൊരു ടവർ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് സർവീസ് റോഡിൽ. അപ്പോൾ അത് എടുത്ത് മാറ്റുന്ന പരിപാടികൾ, അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അവിടെ അടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇടത്തെ സൈഡിലായിട്ടുള്ള ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കത്തുള്ളൂ. നമ്മളിനി നേരെ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് വരികയാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു കൾവർട്ടുണ്ട്. അവിടെ കൾവർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ശക്തികുളങ്ങര കൾവർട്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ നേരെ ശക്തികുളങ്ങര കൾവർട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. കലുങ്കിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. വലിയൊരു കലുങ്കാണ്. അപ്പോൾ കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നിക്കുന്ന അത്രയും അങ്ങോട്ട് ആക്റ്റീവായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പം നോക്കുമ്പം കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കുറച്ചങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വലത്തെ ഈ സൈഡിലായിട്ട് കുറച്ചൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കമ്പികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പം രണ്ട് റോഡായിട്ട് മാറുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇടത്തെ സൈഡിൽ കൂടി വന്നിട്ട് നമുക്ക് ഒറ്റ റോഡായിട്ട് വന്ന് കയറുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ശക്തികുളങ്ങര ഈ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. നമ്മളിനി നേരെ മുമ്പോട്ട് നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ മുമ്പോട്ട് പോകുമ്പം വലതുവശത്തായിട്ടായിരുന്നു കുറേ മണ്ണടിച്ച് കൂട്ടിയിട്ടിരുന്നത്. ആ ഒരു മണ്ണ് എനിക്ക് തോന്നിക്കുന്നത് അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം ഇപ്പം ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട്, നീണ്ടകര പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പം കാറ്റുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഹെൽമെറ്റിൻ്റെ ഫേസ് ഷീൽഡ് താത്തു വെക്കണം. അല്ലെങ്കിൽ ഇത് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണായതുകൊണ്ട് ഇത് പൊടി പോലെ ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ച് കയറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പം നേരെ നമ്മളിനി നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലത്തേ സൈഡിലായിട്ടുള്ള
പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ മുകൾ ഭാഗത്തെ ഡെക്ക് കോൺക്രീറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത്തെ സൈഡിൽ ഒരു പിയർ നിൽപ്പുണ്ട്. അതിൻ്റെ മുകളിൽ ഗർഡർ വെച്ചിട്ടില്ല. ആ ഒരു സ്ഥലത്ത് താഴെ നമുക്കിപ്പം കുറച്ച് വീതി കുറവാണ്, 2 വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള വീതി കുറവാണ്. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തോട്ട് വരുന്ന വാഹനങ്ങൾ കുറച്ച് ഇടത്തെ സൈഡിൽ ചേർന്ന് വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ വലത്തോട്ട് കയറിയാണ് വരുന്നത്. അവിടെ ഒരു ഇടത്തെ സൈഡിൽ പിയറിൻ്റെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് അപ്പോൾ പലപ്പോഴും അവിടെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നിക്കുന്നത് അതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കൊല്ലത്തോട്ട് വരുന്ന വാഹനങ്ങൾ ഇച്ചിരി ഇടത്തെ സൈഡ് കയറി വന്നാലേ അവർ കൃത്യമായിട്ട് ആ റോഡിൽ കൂടെ പോകുന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും അവിടെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇടത്തെ സൈഡിൽ അടുത്ത പാലത്തിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ ഇനി തിരിഞ്ഞിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് ആദ്യത്തെ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു അന്വേഷിച്ചപ്പം പഴയ പാലം സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴയ പാലം ഒരിക്കലും ഒന്നെങ്കിൽ അത് പൊളിച്ച് കളയും, അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നൈറ്റ് ലൈഫ് അതേപോലെ എന്തെങ്കിലും തട്ടുകട പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അതും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് പഴയ പാലത്ത് ഇന്നുകൊണ്ട് വ്യൂ ഇല്ല. നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തോന്നിയിട്ടുണ്ട്, നമുക്ക് പടിഞ്ഞാറെ കടലൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കിഴക്കോട്ടുള്ള വ്യൂവും നമുക്കിപ്പോൾ പഴയ പാലത്തിൽ നിന്നുള്ള വ്യൂ എല്ലാം പോയിട്ടുണ്ട്. 2 സൈഡിലും ഇപ്പം പുതിയ പാലം വന്നതോടുകൂടി അവിടെ നിന്ന് നടന്നു പോയാലും നമുക്ക് നല്ല രീതിയിൽ നീണ്ടകരയുടെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റത്തില്ല. മുമ്പ് വരെയുള്ള നമ്മുടെ ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാലം സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ല. ഒന്നെങ്കിൽ അത് പൊളിച്ച് കളയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സർവീസ് റോഡിന് വേണ്ടി എന്താണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചപ്പം NHAIയുടെ അധികാരികൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ നമ്മൾ 2 പാലം ഇവിടെ പുതിയതായിട്ട് പണിഞ്ഞ എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ചിലപ്പം സർവീസ് റോഡിന് വേണ്ടിയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ പൊളിച്ച് കളയോ, എന്തായാലും വാർത്തകൾ വരട്ടെ, ദിവസങ്ങൾ കഴിയട്ടെ, പണികൾ പുരോഗമിക്കട്ടെ, എന്നിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നിലവിലെ നീണ്ടകര പാലത്തിൻ്റെയൊക്കെ പണികൾ ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ നീണ്ടകര പാലത്തിൻ്റെ കാഴ്ചകൾ. നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി. 13/3/2026 രാവിലെ ഏകദേശം ഒരു 7 മണിക്കും 9 മണിക്കും ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോസ്. നീണ്ടകര പാലത്തിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇനി കുറച്ചും കൂടെ ബാക്കി കിടപ്പുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് അപ്പുറത്തെ സൈഡിലായിട്ടുള്ള പാലത്തിന് വേണ്ടിയിട്ട് 2 തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഇനിയും ഒരു 5 ഗർഡറുകൾ കൂടി ഇനി വെക്കാനായിട്ട് ബാക്കിയുണ്ട്. അതിൻ്റെ പണി കൂടി ഇനി കഴിയാനുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസമുദ്രയുടെ പണി കുറച്ച് സ്ലോവിലാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി ചെറിയൊരു സ്ലോവിലായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എടപ്പള്ളിക്കോട്ടയിൽ എനിക്ക് തോന്നിക്കുന്ന മിക്കവാറും അണ്ടർപാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അവിടെ ഇപ്പം കുറച്ച് ബാരിക്കേഡൊക്കെ വെച്ചിട്ട്, കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് വെച്ചിട്ട് 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചവറ വരെയുള്ള വീഡിയോ ആണ്. ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. നമുക്ക് അത്യാവശ്യം നേരത്തെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ്. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറും എടപ്പള്ളി കോട്ടയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നീണ്ടകര പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇതാണ്. പിന്നെ പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ നമ്മൾ ചവറ ഭാഗത്തോട്ട് പോകുമ്പം സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് അവരൊരു തിട്ട പോലെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയും കൂടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. അപ്പോൾ സർവീസ് റോഡിൽ ഡ്രൈനേജ് കഴിഞ്ഞേച്ച് വലത്തേ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ തിട്ട പോലെ ഇങ്ങനെ വാഹനങ്ങൾ വന്ന് ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ തിട്ടയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാര്യങ്ങൾ. നമ്മളിഞ്ഞ് നീണ്ടകര പാലം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് നേരെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ അടുത്ത് വരെയുള്ള
കാഴ്ചകൾ കാണിക്കാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഇടതുഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വലതുഭാഗത്ത് അണ്ടർപാസിൻ്റെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് കഴിഞ്ഞിട്ടില്ല, അവിടെ ചിപ്സ് ഇട്ട് നിരത്തിയിരിക്കുകയാണ്. അപ്പം പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ട് മുകളിൽ ചിപ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലതുഭാഗത്തായിട്ട് ആ ഒരു അണ്ടർപാസ്, ഇപ്പോൾ കഴിഞ്ഞു പോയ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് വലതുഭാഗത്ത് 2 സൈഡിലുമായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാഴ്ചകൾ. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം കുറച്ച് പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഡ്രൈനേജിൻ്റെ സൈഡിലായിട്ട് വലത്തേ സൈഡിൽ മുമ്പോട്ട് പോകുമ്പം ഡ്രൈനേജിൻ്റെയൊക്കെ 2 സൈഡിലായിട്ട് തന്നെ കുറച്ച് തിട്ട പോലെ, കോൺക്രീറ്റിൻ്റെ തിട്ട പോലെ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിരിക്കുന്നത്. ചവറ പാലത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ നമ്മൾ നേരെ പുത്തൻതുറ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ആൽത്തറമൂട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു അണ്ടർപാസ് ഉണ്ടല്ലോ, ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പം നേരെ കൊല്ലം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് തിരിഞ്ഞ് ചവറ ഭാഗത്തേക്കുള്ള കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ നേരെ മുമ്പോട്ട് പോയിട്ട് അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പം 2 സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ഈ പറഞ്ഞ പുത്തന്തറ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഒരു സൈഡിലായിട്ടാണ് ആക്റ്റീവായിട്ട് നടക്കുന്നത്, അതായത് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ആക്റ്റീവായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് നമ്മുടെ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഇത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പുത്തൻതുറ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. ഇവിടുന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞിഞ്ഞി ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളിലേക്ക് വരികയാണ്. അപ്പം ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇടത്തെ ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് തന്നെ ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വീതിക്കുറവുണ്ട് റോഡിന്. നമുക്കിവിടെ എത്തുമ്പം ചവറ പാലം ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പം ഓവർടേക്കിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. പിന്നെ വലതുഭാഗത്തായിട്ട് ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് പഴയ പാലത്തിൻ്റെ ഇറങ്ങി വരുന്ന മണ്ണിൻ്റെ ആ ഒരു ലെവലിനോട് തന്നെ മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പിന്നെ പണി നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി, കൊല്ലം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കായംകുളമൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിയുന്നത് ചവറ പാലത്തിൻ്റെ മാത്രമായിട്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കായംകുളം പാലത്തിൻ്റെ ഒന്നും പൊളിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇനി ഇടതുഭാഗത്തായിട്ട് പൈലിങ് നടന്ന് പിയറിൻ്റെയൊക്കെ നിർമ്മാണം നടക്കണമെങ്കിൽ വലതുഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം മാത്രമേ ഇടത്തെ സൈഡിൽ കാണുന്ന പഴയ പാലം പൊളിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എപ്പോഴാണോ നമ്മുടെ അളിയച്ചാരി ശരിയാവുന്നത് അപ്പോൾ എത്തിക്കുന്നതായിരിക്കും. അതുവരെ ഇങ്ങനെയൊക്കെ കാണാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.